ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് പന്തലൂർ പൂരം കാണാൻ വന്നിരിക്കുകയാണ്. വന്നതും അവിടെ നിന്നതും എൻ്റെ സബ്സ്ക്രൈബർ അതായത് ഒരുപാട് നാളത്തെ, അതായത് ഞാൻ തുടക്കം മുതൽ ഇവിടം വരെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരാണ് കേട്ടോ. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെയും കൊണ്ട് ഇത്തിരി നേരം അധികം എന്ന് പറയാം, ഒരുപാട് ഇന്നത്തെ പൂരം അവരോടൊപ്പം തന്നെയായിരുന്നു എന്നുള്ളത് പറയാട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇങ്ങനെ ഇവിടെ ഞങ്ങൾ വരാൻ തന്നെ ഞങ്ങളൊരു 4:30-5 മണി സമയമായിട്ടുണ്ട് കേട്ടോ എത്താൻ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുവിധം എന്നല്ല, കുറച്ച് ആനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന ആ ഒരു ടൈമിൽ ചത്തല്ലൂർ മുരളീകൃഷ്ണനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പന്തല്ലൂർ പൂരം എന്ന് പറയുമ്പോഴത്തേക്കും നടുവട്ടം കമ്മിറ്റിക്കാരെ അറിയാത്തവരുണ്ടാവില്ല അല്ലേ. കാരണം എല്ലാ വർഷവും 7 ആനയും കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തുന്ന ഒരു കമ്മിറ്റിക്കാരാണ്. അതിൽ തിടമ്പേറ്റിട്ടുള്ളത് നമ്മുടെ പൂരനായകനായിട്ടുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. അവരുടെ ഫ്ലെക്സിൽ 7 ആനയെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും 5 ആനയെ വന്നിട്ടുള്ളൂ. അങ്ങനെ നടുവട്ടം കമ്മിറ്റിയുടെ ഗജവീരന്മാരെയൊക്കെ കണ്ടു മടങ്ങിയത് നേരെ നമ്മുടെ ഊക്കൻസ് കുഞ്ചുവിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ രാമരാജാവായിട്ടുള്ള രാമനെ കാണാനും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ചത്തല്ലൂർ മുരളീകൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെ. ഒട്ടനവധി ആനകളെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഊക്കൻസ് കുഞ്ചുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ്റെ ആദ്യത്തെ പരിപാടിയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, പന്തല്ലൂർ 2-3 വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്നുള്ളൊരു പൂരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ആനയാണ് ഊക്കൻസ് കുഞ്ചും, അതുപോലെ തന്നെ രാമരാജാവും. പിന്നെ ബാക്കിയുള്ള ആനകളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വരും, ചിലത് വരാറില്ല. ഓരോ വർഷങ്ങളൊക്കെ ഓരോ ആനകൾ മാറി മാറി എടുക്കാറുണ്ടാവുമല്ലോ. അങ്ങനെ ആനകളും പൂരമൊക്കെ കണ്ടാസ്വദിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ തുടക്കം മുതൽ ഇവിടം വരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 ചേട്ടന്മാർ. അപ്പോൾ അതിലൊരു ചേട്ടൻ്റെ കുട്ടിയാണ് അമ്മിണിക്കുട്ടി കേട്ടോ. അമ്മിണിക്കുട്ടിയെ കുറിച്ച് പറയുമ്പോഴല്ലേ, അവളെ 5 വയസ്സാണ് കേട്ടോ. അവൾ ആ ഒരു പ്രായത്തിൽ കാണിക്കുന്ന ഒരു പക്വതയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഇല്ലേ, അവരുടെ വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ക്വാളിറ്റി ഭയങ്കരമാണ് കേട്ടോ. നല്ല എല്ലാവരോടും എവിടെ എങ്ങനെ എന്ത് സംസാരിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആനകളൊക്കെ ഇങ്ങനെ വന്നു നിന്നിട്ടുണ്ട് കേട്ടോ. ആനകളെല്ലാം ഒന്നിങ്ങനെ നിരന്ന് നിന്ന് കഴിഞ്ഞാൽ ആനക്കും ആനപ്പാപ്പന്മാർക്കും കാണികൾക്കൊക്കെ ഒരു പ്രത്യേക ആവേശം വരാനുണ്ടല്ലേ. ആ ആവേശത്തിൽ തലയെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു മത്സരം ഉണ്ടാവും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ സമയമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ എല്ലാ ആനകളും ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ. ഏതൊരു ആഘോഷം, ആനകൾ നിരന്നാൽ ഒരാനയാണെങ്കിൽ 2 ആനയാണെങ്കിൽ അതൊരാഘോഷം തന്നെയാണല്ലേ. അങ്ങനെ ഈ കൂട്ടിയെഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞു. ഓരോരോ ആനകളൊക്കെ ആയിട്ട് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഈ തൊഴുന്നത് നമ്മുടെ പൂരനായകൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ. വരുന്നത് നമ്മുടെ വിഷുവിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ. എല്ലാ ക്യാമറ കണ്ണുകളും ഉയർത്തിപ്പിടിച്ച് എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധ മൊത്തം അവൻ്റെ നേർക്കാണ്. അപ്പോൾ ആരായിരിക്കും? അതേ, നമ്മുടെ രാമരാജാവ് തന്നെയാണ്. ഇവൻ ഏതൊരു പൂരത്തിനും വരികയാണ് എന്ന് കേട്ട് കഴിഞ്ഞാലല്ലേ, കേരളത്തിൻ്റെ ഏതറ്റത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഇവനെ കാണുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു സംതൃപ്തി തന്നെയാണ് അല്ലേ. അപ്പോൾ ജനങ്ങളെ നിർത്തി ആവേശവും ആഘോഷവും ഒക്കെ കൊടുത്തത് അവൻ തൊഴുതിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. രാമൻ പോയതിൻ്റെ തൊട്ട്
പുറകിൽ ഞങ്ങളും പോവാണ് കേട്ടോ വെടിക്കെട്ട് കാണാൻ. ഇതാണ് കേട്ടോ നമ്മുടെ പന്തല്ലൂർ അമ്പലം. പന്തല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലാണ് ഒരു പാടം കാണാം, അവിടെയാണ് കേട്ടോ വെടിക്കെട്ട് പൊട്ടുന്നത്. അപ്പോൾ നമ്മൾ വൈകാലക്ഷ്മി, അതായത് അമ്മിണിക്കുട്ടിയെയും കൊണ്ട് ഞങ്ങൾ പോവുകയാണ് വെടിക്കെട്ടിനായിട്ട് കേട്ടോ. അപ്പോൾ വെടിക്കെട്ട് 7:30 ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. എങ്ങനെയുണ്ട്? പേടിയായാ? ചെവിട് പത്തി പിന്നെ എന്തിനാ ചെവിട് പത്തം പാടുവോ? ശബ്ദം കേക്കണ്ടേ?